നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് സാരീസ് കാണിക്കാം. അതും ഇതൊക്കെ ആയിട്ടുള്ള ഫങ്ഷൻ വെയർ ഉണ്ട്, ഡെയിലി വെയറും ഉണ്ട്. അതിനെന്തിനും ഇത്ര ഇത് നമ്മുടെ മൽച്ചന്തേരി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു സാരി. മൽച്ചന്തേരി ഇപ്പോൾ മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നത് ഇപ്പോൾ അവരുടെ കാലമല്ലേ എന്ന് പറയുന്നു. ഇപ്പോൾ മൽച്ചന്തേരിയുടെ കോട്ടൻ്റെ ഒക്കെ കാലമാണല്ലോ. എല്ലാവർക്കും വലിയ താല്പര്യമുള്ള ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു കാലത്ത് വിചിത്ര സിൽക്കായിരുന്നു, ഒരു കാലത്ത് അജ്രക്ക് മുടാളും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും അതിനൊന്നും പോയിട്ടുണ്ടെന്നല്ല പറയുന്നത്, എന്നാലും ഓരോ സാധനം ഇങ്ങനെ പുതിയത് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് കേട്ടോ. മൽച്ചന്തേരിയുടെ നല്ല ബോഡിയാണ്. ഈ കാണുന്നതെല്ലാം വീവിങ് ആണ്, ഒന്നുപോലും പ്രിൻ്റ് കാര്യങ്ങളല്ല, എല്ലാം വീവിങ് ആണ്. അത് ഓർക്കണം. വീവിങ് സാരീസിന് റേറ്റും കാര്യങ്ങളും മെനക്കേടും ഒക്കെ വ്യത്യാസമാണെന്ന് അറിയാമല്ലോ. എൻ്റെ മുന്താണി ഒന്ന് കാണിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇതാണ് മുന്താണി. ഇങ്ങനെയൊരു ഗോൾഡൻ സെറി, ഇങ്ങനെയൊരു ടെമ്പിൾ ബോർഡറിൽ പോലെ പോയിരിക്കുന്ന ഒരു വീതിയുള്ള, ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട് ഇങ്ങനത്തെ സെറീസ്. അതായത് അറ്റത്ത് മാത്രം നമ്മുടെ ബാവഞ്ചി ബോർഡറൊക്കെ വരികയില്ലേ എന്ന് പറഞ്ഞ പോലെ, ഒരു ബാവഞ്ചി ബോർഡർ അല്ല, ശരിക്കും ബാവഞ്ചി ബോർഡർ വരുന്ന പോലത്തെ ഒരു സെറി മുന്താണിയായിട്ട് വന്നിരിക്കുക. അപ്പോൾ അതിനൊരു പാർട്ടി ടച്ച് കിട്ടും. ഇനി അതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് നല്ലൊരു ടാസിലും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം ഇതാണ് എന്നാ പറയുന്നത്, വീവിങ് ആണ്, പ്രിൻ്റ് അല്ല. ഇതാണ് ബ്ലൗസിൻ്റെ അറ്റത്തും ആ ഒരു ചെറിയ ഭയങ്കര കട്ടിക്കുള്ള ഒരു ഗോൾഡൻ ഡിസൈൻ അല്ല ബ്ലൗസിൻ്റെ കയ്യെ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, എന്നാൽ കാണാം, ഒറ്റ നോട്ടത്തിൽ കാണാം ആ ഒരു പാർട്ടി ടച്ച് കിട്ടാൻ. പ്ലെയിൻ ആണ്, ബോഡി പ്ലെയിൻ ആണ് ബ്ലൗസിൻ്റെ. ഇതിപ്പോൾ വന്നിട്ട് ഒരു പിസ്ത ഗ്രീനും പീച്ചും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല സാരി ഫോളൊക്കെ ഉടുത്ത് നല്ല ഭംഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരിയാണ്. മൽച്ചന്തേരി ഫാബ്രിക്കിനുള്ള പ്രിയം എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു സാരിയോടുള്ള എല്ലാവർക്കും ഉള്ള പ്രിയം. അതിൻ്റെ ഫാബ്രിക് ഭയങ്കര ഒരു ഗെറ്റപ്പാണ്. അതിൻ്റെ അടുത്ത ഷെയ്ഡ് അതെ സാൻഡൽ ഷെയ്ഡിൽ ഒരു റെഡിഷ് മെറൂൺ എന്ന് പറയാവോ, മെറൂൺ എന്ന് പറയുന്നതാണോ നല്ലതെന്ന് എനിക്കറിയത്തില്ല. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് തോന്നും ചെറുതായിട്ട് പീച്ചിൻ്റെ ഒരു ഇതും കൂടെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിൽ വരുന്ന സാരി. അടുത്ത സെയിം സാരി, ഇങ്ങനെ ബോർഡർ മുന്താണി വന്നിട്ട് തേണ്ട ഇങ്ങനെ കണ്ട നല്ല സ്റ്റൈലാണ്. അതെന്നാന്നറിയാം, ഇങ്ങനത്തെ സാരികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ചുമ്മാ നോർമൽ സാരീസാണ്. ഇത് മടക്കി വെച്ചല്ല അതിൻ്റെ ഭംഗി. ഇതിൻ്റെ ഭംഗി എപ്പോഴും ഇത് ഭംഗിക്ക് ഉടുത്ത് കഴിഞ്ഞിട്ട് അതിന് ചേരുന്ന ഗെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഓർണമെൻറ്റ്സും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് ഇതിന് നമുക്ക് വേറെ ഒരു എപ്പോഴും കാണുന്ന ഒരു ഇതിൽ നിന്ന് ഒരു വെറൈറ്റി ലുക്കൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന ടൈപ്പ് സാരീസ്. ഇതുണ്ട് അതിൻ്റെ എന്നെ നീറ്റ് എന്ന് നോക്കി എൻ്റെ മുന്താണിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരും സാരിയുടെ ബോഡി. ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട് മൽച്ചന്തേരിക്ക്, ചെറിയൊരു ഗ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സിൽക്കി ഫിനിഷ്. അതായത് ആ ഒരു റേറ്റൊക്കെ ഉള്ള ഒരു ഫീൽ തോന്നിക്കുന്ന, തനി കോട്ടൺ ഫീൽ തോന്നിക്കാത്ത ഒരു ചെറിയ കുഞ്ഞിക്ക ഒരു ഗ്ലോ ഉണ്ട് മൽച്ചന്തേരിയുടെ ഫാബ്രിക്കിൽ. ഇതിനെ വേണമെങ്കിൽ അത് ആദ്യം കാണിച്ചത് പിസ്ത ഗ്രീൻ, ഇതൊരു തെന്ന ഗ്രീൻ. എൻ്റെ അപ്പ എനിക്കിതൊന്നും കിട്ടുന്നില്ല ഇങ്ങോട്ട് വായിലോട്ട്. ഇത് കണ്ടോ മുന്താണി, ഇത് ആദ്യം കാണിച്ചതായിട്ട് നല്ല സാമ്യമാണ്, പക്ഷേ രണ്ട് കളറാണ് കേട്ടോ. രണ്ട് കളറാണ്. നിങ്ങൾ ബുക്ക് ചെയ്യുമ്പം സ്ക്രീൻഷോട്ട് എടുക്കുമ്പം എന്താണെന്ന് വെച്ചാൽ ആ നമ്പർ കൂട്ടിയ സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളേ. ഇങ്ങനെ ഒരു പീച്ച് കൂടെ ഒരു വീവിങ്, പിന്നെ ഒരു ആഷ് കളർ ഇങ്ങനെ ഷെയ്ഡഡ് ആയിട്ട് പോയേക്കുന്ന പോലെ പോകുന്നു. കണ്ടോ, പിസ്ത ഗ്രീൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബോഡി ഇങ്ങനെ സാരി ഫോളും കൂടെ വെക്കണം കേട്ടോ. സാരി ഫോൾ വെച്ചിട്ട് കൊടുക്കണം. ഇതെല്ലാം നല്ല വീവിങ് സാരീസ് അല്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതൊരു ചെറിയ പിങ്ക് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളർ. അതിൽ കൂടെ പോയിരിക്കുന്ന ഹൈലൈറ്റ് ആയിട്ട് പോയിരിക്കുന്ന വയലറ്റും ഒരു ലൈറ്റ് ഗ്രീനും നല്ല രസമാണ്.
മുന്താണി വരുമ്പോൾ ഇതേണ്ട ഇങ്ങനെ. ഇത് ഫുള്ള് വീവിങ് ആണ്. ഇതിന് റേറ്റ് എത്രയാണെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ആ 1399 രൂപയുള്ളൂ. കാരണം ഫുൾ വീവിങ് സാരിയാണ്. ഈ ബോർഡറും സെറിയും കാര്യങ്ങളും, പിന്നെ മൽച്ചന്തേരിയുടെ ഫാബ്രിക്. നിങ്ങൾ മൽച്ചന്തേരിയുടെ ഫാബ്രിക്കിലുള്ള എല്ലാ സാധനം വേണേലും പ്യുവർ മൽച്ചന്തേരി ആയിരിക്കണം. മൽച്ചന്തേരി ആന്ന് പറഞ്ഞാൽ മൽച്ചന്തേരി ആക്കില്ല. ഇതുണ്ടോ നല്ല ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ആ ഒരു ഗോൾഡൻ സെറി ഇത് വരുന്നത്. ടസർ നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, വേറൊരു പ്രിൻറ്റും കൂടി ഉണ്ടായിരുന്നു. ഇതുണ്ടോ ഈ ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. എന്നിട്ട് ബോർഡറും ഇങ്ങനെ ഒരു വീവിങ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഗെറ്റപ്പായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല സാരിയാണ്. ഞാൻ പറഞ്ഞിട്ട് ഇതിനുണ്ടല്ലോ, നിങ്ങൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് സ്വന്തമായിട്ട് ഒരെണ്ണം വാങ്ങിച്ചത്. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും പ്ലെയിൻ തന്നെ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഉണ്ടോ മുന്താണി എന്ന് പറയുന്ന ഇതിൽ കൂടെ ഒരു ചെറിയ വീവിങ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ക്യാമറയിൽ കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഹാൻഡ്ലൂം കോട്ടൻ്റെ പോലെ ഇങ്ങനെ ഒരു വീവിങ് പോകുന്നുണ്ട്. ഇത് സെമി ടസറാണ് മെറ്റീരിയൽ. ഈ ചെയ്തിരിക്കുന്ന മുഴുവനും എംബ്രോയ്ഡറി വർക്കാണ്. കണ്ടോ, ബോഡി ഫുള്ള് അങ്ങനെ തന്നെയാണ്. ഇതുണ്ടോ ഈ ബ്ലൗസ് വന്നിട്ട് അതേണ്ട ഇങ്ങനെ ഇരിക്കും. ബ്ലൗസിൽ കൂടെ ഇങ്ങനെ ഒരു ലൈൻസ് പോകുന്നുണ്ട്. അതാണ് ബ്ലൗസ്. അതിനും ഉണ്ടൊരു ബോർഡർ കേട്ടോ, സാരിയിൽ ഉള്ള അതേ ബോർഡർ ബ്ലൗസിൻ്റെ കൈകറ്റത്ത് വരാനായിട്ടും കൂടെ ഉണ്ട്. ടസറാണ് ഫാബ്രിക്, പ്യുവറല്ല സെമി. വെയിറ്റ് എത്രയാണ്? വെയിറ്റ് ഇച്ചിരി റേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല കൂടിയ ടസറാണ് ഇത് കേട്ടോ. നല്ല രസമല്ലേ ഇത്? കോൺട്രാസ്റ്റ് ഇങ്ങനെ പീച്ചും ഒരു ഗ്രീനും കൂടെ ഷെയ്ഡാണ് ഇത്തേ കൂടെ പോയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈനും കൂടെ ഉണ്ടായിരുന്നു, 2-3 ഡിസൈനായിട്ട് വന്നത്. 2820. ടസറായ ഉണ്ടായും പറഞ്ഞില്ല റേറ്റ് ഇച്ചിരി റേറ്റ് ഉണ്ടെന്ന്. ഒത്തിരി ഇല്ലൊന്നുമില്ല. ടസറിന് 2820 ഒരു റേറ്റ് ഉണ്ടല്ലോ. നെറ്റ് കോട്ടയുടെ ഫാബ്രിക്കിന് ഞാൻ എപ്പോഴും കാണിക്കുമ്പോൾ അതിൻ്റെ വേറെ കളേഴ്സും പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ കളേഴ്സ് കാണിക്കും. ഞാൻ എല്ലാ ദിവസവും എല്ലാ കളറും അങ്ങനെ എടുത്തിട്ട് കാണിക്കത്തില്ല. കാരണം ഷോപ്പിൽ വരുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വെക്കണ്ടേ. ഞാൻ കഴിഞ്ഞ ദിവസമേ ഈ ഒരു റോസ് സിൽക്കിൻ്റെ സാരിയുടെ ഒക്കെ റിഡക്ഷൻ സൈൽ കാണിച്ചില്ലേ. എന്നിട്ട് കുറേ എണ്ണം ഞാൻ കാണിക്കാതെ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചു, ഷോപ്പിൽ വരുന്നവർക്ക് കൊടുക്കണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഓൺലൈനിൽ ഒരു രക്ഷയില്ലാത്ത രീതിക്ക് അതിന് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഷോപ്പിലിട്ടത് ഡിസ്കൗണ്ട് സെയിലുണ്ടെന്ന് നമ്മളത് പ്രദർശിപ്പിച്ചിട്ടുമില്ല, ഡിസ്കൗണ്ട് സെയിലുണ്ടെന്നൊന്നും. അതുകൊണ്ട് അതിപ്പം അടുത്ത ദിവസം ഓൺലൈനിലൊന്നും കൂടെ അതിൻ്റെ വേറെ കാണിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. അത് നമ്മുടെ നിൽക്കട്ടെ. ഇതാണ് നെറ്റ് കോട്ടയുടെ ഫാബ്രിക്. ഈ നെറ്റ് കോട്ട എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ലേ എന്നൊക്കെ ചിലർ ചെയ്യും. ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ അതാ ഭയങ്കര, നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ട്രാൻസ്പെറൻസി ഒരു പ്രശ്നമല്ല. വൺ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്. കാരണം നെറ്റ് കോട്ട എന്നല്ലേ പറയുന്നത്. കോട്ടയാണ് നെറ്റ്, ചെറിയൊരു ഇതുണ്ട്. പക്ഷെ അതുകൊണ്ട് ഭയങ്കര അകന്ന കണ്ണികളല്ല. ഇതാണ് ഇതിൻ്റെ മുന്താണി. ബോഡിയിൽ ഇങ്ങനെ തന്നെ, മുന്താണി പ്രത്യേകിച്ച് ഒന്നുമില്ല. സൈഡിൽ ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് സാരി. താഴെ ഒരു സൈഡിൽ മാത്രം ദാമൻ പോർഷനിൽ വരും. അതായത് നമ്മുടെ പ്ലീറ്റ്സ് ഇടുന്നതിൻ്റെ സെൻറ്ററിലെ പ്ലീറ്റ്സ് ഇടുന്നതിൻ്റെ സൈഡ് ഭാഗം മാത്രം. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വരും. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ലേസ് വർക്കും കൂടെ വരും. നല്ലൊരു ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ. നല്ല കളർ ഒത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെടും. നേരിട്ട് കണ്ടാലും അല്ലാതെ നല്ല എല്ലാവർക്കും ചേരുന്നൊരു കളറാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല നീറ്റായിട്ടുള്ളൊരു സാരി. ഇനി ജൂട്ട് ടസർ. ഈ സാരി ഞങ്ങളുടെ കടയിൽ ഭയങ്കര ഡിമാൻഡ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറേ കളേഴ്സ് വന്ന കളേഴ്സ് എല്ലാം പോയിട്ട് ഇപ്പോൾ 2 കളറേ ഉള്ളൂ. ജൂട്ട് ടസറാണ് സ്റ്റഫ്. കണ്ടോ ഇങ്ങനെ ഒരു പ്രിൻറ്റ് പോകും. നല്ല റേറ്റുള്ള നല്ല കൂടിയ 10,000-7,000 രൂപയുടെ ജൂട്ട് ടസർ സാരി ഉടുക്കുന്ന അതേ ഫീലാണെന്നാണ് എടുക്കുന്നവർ പറയുന്നത്. ഞാനിങ്ങനത്തെ ഒന്നും ഉടുക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇത് കണ്ടാൽ ആൾക്കാർ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു ഏരിയയുടെ പ്രത്യേകതയാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനത്തെ ജൂട്ടിനും ടസറിനും ഒക്കെ നല്ല ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു പ്രദേശമാണ് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത്. ഇത് വരും മുന്താണി. ഇങ്ങനത്താണ് ബോഡി. സ്റ്റഫാണ് ജൂട്ട് ടസർ. ഇങ്ങനെ ഒരു ചെറിയ ബോർഡറുമായിട്ട് കണ്ടോ, ഇങ്ങനെയാണ് ഫുള്ള് ഇരിക്കുന്നത്. നല്ല ഗമ കാഴ്ചയിലല്ല, അത് ഉടുക്കുമ്പോൾ ആ സ്റ്റഫിനാണ് അതിൻ്റെ ഒരു ഗമ ലുക്ക് കിട്ടുന്നത്. ബ്ലൗസ് വരുമ്പോഴത്തേണ്ട് ഇത്
ബ്ലൗസ് കാണിക്കുന്നുണ്ടോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ക്രീമേല് കുറച്ച് ഗ്രീന്, കുറച്ച് ഒനിയൻ്റെ ഒരു ഷെയ്ഡ് അങ്ങനെയൊക്കെ കൂടെ പോയിരിക്കുക. ഇനി അതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട്. കുറേ കളർ ഉണ്ടായിരുന്നു, എല്ലാം തീർന്നു. സ്റ്റോക്ക് വളരെ പരിമിതമായിട്ടാണ് ഇതും കാണിക്കുന്നത്. അടുത്തത് ഇത് അതിൻ്റെ കളറ് വേറൊരു കളറ്, ഒരു ബേബി പിങ്ക്. കണ്ടോ? ഇതിൻ്റെ വില മുഴുവനും എല്ലാം എന്ന് പറഞ്ഞാൽ ഗമ്മ വില എല്ലാം അതിൻ്റെ സ്റ്റഫാണ്. എന്താണ് ഇങ്ങനെ പോകുമ്പോൾ അറിയാം കറക്റ്റ് ആ ഒരു ലൈൻസ്, ഒരു ഗോൾഡൻ ചെറിയ ലൈൻസ് പോകുന്ന പാർട്ടി വെയർ സാരി ആയിട്ട് എടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇത് പ്ലെയിൻ. ഇനി ഒരു സാരി കാണിക്കാം, റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു സാരി. അതിന് പിന്നെ വേറൊരു മൊഡാൾ കാണിക്കാം. ഒത്തിരി പേര് മൊഡാൾ ചോദിക്കുന്നുണ്ട്. സെമി മൊഡാളാണ് ഇത്. കണ്ടോ? ഒത്തിരി പേര് ബ്ലാക്ക് സെമി മൊഡാൾ പേഴ്സണലി അല്ലാതെ നമ്മുടെ ഓൺലൈൻ്റെ ബുക്കിംഗ് സെക്ഷനിലും എല്ലാം വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാനിത് അന്ന് വന്ന സമയത്ത് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇപ്പോൾ ഇതിനെന്തോരം സ്റ്റോക്ക് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അധികം സ്റ്റോക്ക് ഇല്ലെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. പക്ഷേ ഇതിഷ്ടമുള്ള ധാരാളം ആൾക്കാരുണ്ട്. കണ്ടോ? ഇതാണ് സാരി. നല്ല ജെറ്റ് ബ്ലാക്കാണ്. കണ്ടോ? നല്ല ജെറ്റ് ബ്ലാക്കാണ്. എന്നിട്ട് ആ മൊഡാള് മേത്തോട്ട് ശരീരത്തോട്ട് വീണ് കിടക്കുന്ന പോലെ അങ്ങ് കിടക്കും. ബ്ലൗസ് വന്നിട്ട് തേണ്ട ഇങ്ങനെ വരും. ഈ കാണുന്ന ബ്ലൗസ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നല്ല ജെറ്റ് ബ്ലാക്ക്, ഡീപ്പ് ബ്ലാക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഡാർക്ക് പീച്ച് ബോർഡറും, എന്നിട്ട് നിറച്ചും ഇങ്ങനത്തെ ചെറിയ ചെറിയ പോൾക്കാ ഡോട്ട്സ് പോലെ ഇച്ചിരി വലുതായിട്ടുള്ള പ്രിൻ്റുള്ള ബ്ലൗസും. അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ എന്നാ ഭംഗിയായിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിസൈനർ സാരിക്ക് വരുന്ന ഈ മുന്താണിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നിങ്ങളൊക്കെ പലയിടത്തും കണ്ടിട്ട് കാണും ഈ ഒരു സാധനം. ഇങ്ങനെ പക്ക ഡിസൈനർ സാരി ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി. ബോഡി ഇങ്ങനെ കണ്ടോ? ഇത് ബ്ലൗസ് 899 അങ്ങോട്ട് അത്ര ഏതാണ്ടേ ഉള്ളൂ റേറ്റ്. ഈ സാരി എന്നാന്ന് പറയുക, ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ കാര്യം, ഈ സാരി കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈനിൽ കാണിച്ച സാരിയാണ്. ഇതിൻ്റെ വൈറ്റിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ബുക്കിംഗ് ആയിരുന്നു. ഇതിന് എഡിറ്റിങ്ങിലൊരു മിസ്റ്റേക്ക് പറ്റി. ഇതിൻ്റെ വൈറ്റിൻ്റെ വില 1100 തോന്നുന്നു. അപ്പോൾ അതിന് തൊട്ട് മുന്നേ കിടന്ന സാരിയുടെ വില 1650. അത് ഇതിന് കയറി വന്നു. എഡിറ്റിങ്ങിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കൂടെ കാണിക്കുകയാണ്. ഇത് 1100-ൻ്റെ വൈറ്റിൻ്റെ തന്നെ. എന്നിട്ട് വൈറ്റ് ആ വീഡിയോയ്ക്കകത്ത് തന്നെ പലരും ചോദിക്കുകയാണ്, നമുക്ക് എൻക്വയറി വരിക, ഈ വൈറ്റിൻ്റെ തന്നെ വേറെ കളറുണ്ടോ? വൈറ്റിൻ്റെ തന്നെ ബ്ലാക്ക് നമ്മളതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടോ? 1100 വില കിടക്കുന്നത് കണ്ടോ? വില അത് നമ്മൾ വരുമ്പോഴേ എഴുതിയിടുന്ന ബാർക്കോഡ് അടിച്ചിട്ട്. അപ്പോൾ 1100 കിടക്കേണ്ടടുത്ത് സ്ക്രീനിൽ കിടന്നത് 1650 കണ്ട. അപ്പം അതുകൊണ്ടാണ് ഞാനിതൊന്നും കൂടെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ വൈറ്റ് കാണിച്ചതാണ്. ഇതെല്ലാം നമ്മളുടെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. നല്ല ജെറ്റ് ബ്ലാക്കാണ്. മുന്താണി ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഇങ്ങനെ തന്നെയാണ്. കണ്ടോ? വൈറ്റിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. കാരണം 1100 രൂപയ്ക്ക് ഫുൾ ഈ വർക്ക് ചെയ്ത സാരി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ചെറിയൊരു നീറ്റായിട്ടുള്ള ഒരു ഗോൾഡൻ സെറി. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂവും ഒരു മസ്റ്റാർഡ് യെല്ലോയും, 2 കളറിലേ അത് വന്നിട്ടുള്ളൂ. ബ്ലാക്ക്. ഇതിന് വന്നിരിക്കുന്ന ലാവൻഡറും ഒരു ലൈറ്റ് ബീച്ചും ഈ ഒരു ഡാർക്ക് പൗഡർ ബ്ലൂവും കണ്ടോ? ഇനി 2 കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റേറ്റ് വ്യത്യാസപ്പെട്ടത് കൊണ്ട് അന്ന് പലർക്കും മനസ്സിലായിട്ടുമില്ല, വാങ്ങിക്കാൻ പറ്റിയിട്ടുമില്ല. അതുകൊണ്ട് വേറെ കളറുണ്ടോ ചോദിച്ചവരും അതിൻ്റെ അത്ര റേറ്റ് ഉണ്ടെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചവരൊക്കെ ഇത് വാങ്ങിച്ചോളൂ. കാരണം ചിലർക്കൊന്നും വൈറ്റ് വാങ്ങിക്കാൻ എന്തോ, പക്ഷെ നല്ലപോലെ ബുക്കിംഗ് നമുക്കുണ്ടായിരുന്നു കേട്ടോ. ദൈവത്തിൻ്റെ കൃപയാൽ നല്ലപോലെ ബുക്കിംഗ് പോയി. അതിന് ഇതിന് പോകാതിരുന്ന വെച്ചാൽ കുറച്ച് പേരും കണ്ടേ വാങ്ങിച്ചുള്ളൂ. വാങ്ങിക്കാത്തതിന് കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു റേറ്റിൽ വന്നത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ എന്നാ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.